കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ SFI UDSF സംഘർഷം എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. പോലീസ് ലാത്തി വീശിയിരിക്കുന്നു. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, വിവരങ്ങൾ എന്താണ് സമീർ? റീജിത്ത്, വലിയ സംഘർഷമാണ് ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും സംഘർഷം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ വോട്ടെണ്ണുന്നതിനിടയിലാണ് സംഘർഷം ഉണ്ടാകുന്നത്. UDSFന്റെയും ഒപ്പം തന്നെ SFIയുടെയും പ്രവർത്തകർ തമ്മിൽ പലകുറി ഏറ്റുമുട്ടുകയും ഒപ്പം തന്നെ ഈ ക്യാമ്പസിന് പുറത്തു നിന്നുള്ള കൂടുതൽ ആളുകൾ ഇരു ഭാഗത്തു നിന്നുമായി ഇങ്ങോട്ടേക്ക് ഇരച്ചു കയറുകയും ചെയ്തു. പലകുറി കല്ലേറും ഒപ്പം തന്നെ നേരിട്ട് സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ വോട്ടെണ്ണൽ നടന്നിരുന്ന ഈ സെമിനാർ ഹാളിന് പുറത്തും അകത്തുമായി വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. SFIയുടെയും പ്രവർത്തകർ ഒരു ഭാഗത്ത് വലിയ തടിച്ചുകൂടി നിൽക്കുന്നു, മറുഭാഗത്ത് UDSFന്റെയും പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്നു. പോലീസും വലിയ സന്നാഹവുമായി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇരു വിഭാഗത്തു നിന്നുമായി നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരിക്കുകയാണ്. പലപ്പോഴും ഈ പരിക്കേറ്റവരുമായി പോകുന്ന ആംബുലൻസുകൾ അടക്കം ക്യാമ്പസിന് പുറത്തും ക്യാമ്പസിന്റെ അകത്തുമൊക്കെയായി തടയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഒരു വിഭാഗത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മറുവിഭാഗം ആംബുലൻസ് തടയുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഭീകരാന്തരീക്ഷം ഈ ക്യാമ്പസിൽ തുടരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഈ 3ഓളം വരുന്ന ഡിവൈഎസ്പിമാരും ഒപ്പം തന്നെ 500ഓളം വരുന്ന പോലീസുകാരും ഇവിടെ സുരക്ഷ ഏർപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് സംഘർഷാവസ്ഥയ്ക്ക് ഒരു പൂർണ്ണമായ ഒരു പരിസമാപ്തി വന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. പുറത്തു നിന്നുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ഇരു വിഭാഗത്തിന്റെയും ഭാഗത്തുകൂടെ സപ്പോർട്ട് ചെയ്യാനായി എത്തിയതാണ് കൂടുതൽ സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് ചില വിദ്യാർത്ഥികൾ പ്രകടനവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് SFI പ്രവർത്തകരും തടിച്ചുകൂടിയിരുന്നു. അങ്ങനെ വലിയൊരു സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ തുടരുന്നത് എന്നുള്ളതാണ്. ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ചില തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചു അല്ലെങ്കിൽ ബാലറ്റ് പേപ്പറിൽ കൃത്രിമം കാണിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇരു വിഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സംഘർഷത്തിന് തുടക്കമായത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. വൈകുന്നേരം 5 മണിക്ക് ശേഷം ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിനിടയിലാണ് SFI UDSF സംഘർഷം ഉണ്ടായിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹം അവിടെയുണ്ട്. പ്രവർത്തകരുടെ SFI പ്രവർത്തകരുടെയും അതുപോലെ UDSF പ്രവർത്തകരുടെയും വലിയ സാന്നിധ്യം അവിടെയുണ്ട്. ഈ ബാലറ്റ് മോഷണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഇരുപക്ഷവും ഉയർത്തുന്നുണ്ട്. സമീർ ബിൻ കരീം വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു മലപ്പുറത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.